ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖി. തീർച്ചയായും സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ വിഷയം സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ഈ സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ്. അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും വിജയവും സമാധാനവും നിലനിൽക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യമാണ് സൽസ്വഭാവം എന്നത്. അദബ്, മര്യാദ, സ്വഭാവം, ഇതെല്ലാം ഈ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. സൽസ്വഭാവമെന്നാൽ വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാനങ്ങളിൽ എല്ലാം പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 വിഷയങ്ങളിൽ, അതല്ലെങ്കിൽ 3 രൂപത്തിൽ മര്യാദ, ആദാബ്, സൽസ്വഭാവം പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, റബ്ബിനോട് അദബ്, മര്യാദ, സൽസ്വഭാവം ഉള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദബുള്ള, മര്യാദയുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അത് കഴിഞ്ഞാൽ മൂന്നാമതായി സൃഷ്ടികളോട്, അഥവാ നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അല്ലാഹു തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ആയത്ത്, വാക്ക് നമുക്ക് കാണാം, ഓ നബിയേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ് ഉള്ളത്, നിലകൊള്ളുന്നത്. എന്താണ് ഖുലുഖ്, സ്വഭാവം എന്നത് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ സ്വഭാവത്തെ, ഖുലുഖിനെ, സൽസ്വഭാവത്തെ പരിശുദ്ധ ഖുർആൻ എന്ന് വിശദീകരിച്ചതായി കാണാം. ഖുർആനിലെ മര്യാദകളാണ് അവിടെ ഉദ്ദേശം. അതുപോലെ മറ്റൊരു വ്യാഖ്യാനം ദീനുൽ ഇസ്ലാമാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. ഒരാളുടെ ദീനുമായി, ഈമാനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് സൽസ്വഭാവം എന്ന് ചുരുക്കം. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുണ്ടായിരുന്ന ആളുകൾ, അവരിൽ എല്ലാ തിന്മകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാം.
ഗോത്രങ്ങൾ, വ്യക്തികൾ പരസ്പരം വർഷങ്ങളോളം പോരടിച്ചിരുന്നു. ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പരസ്പരം പോരടിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ എല്ലാ അർത്ഥത്തിലും ജീർണതയുള്ള വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന, സ്വഭാവ ഗുണങ്ങളിലെല്ലാം ജീർണതകൾ അള്ളിപ്പിടിച്ചിട്ടുള്ള ഒരു സമൂഹത്തെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ഓർത്തുവെക്കേണ്ട കാര്യമാണ് ഈ പറയാൻ പോകുന്ന വിഷയമെന്നത് നമ്മുടെ ദീനാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസവും ആചാരവും കർമ്മവും അനുഷ്ഠാനവും ഇതെല്ലാം എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുവോ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവം എന്നത്. പറയുന്ന ഞാൻ ഇതിൽ മുൻപന്തിയിലാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്ന് ചുരുക്കം. അള്ളാഹുവിൻ്റെ ദീനിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയായി പറഞ്ഞ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. ഓരോന്നും ഓരോ വിഷയമാണ്. അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകളൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. ഒന്നാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സൽസ്വഭാവം എന്നത് ഏറ്റവും ഉയർന്ന ഒരാളുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഒരാളുടെ പദവികൾ ഉയർത്തപ്പെടാൻ സൽസ്വഭാവം സഹായിക്കും. ഒരാളുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ് സൽസ്വഭാവം. അവിടുന്ന് പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനീങ്ങളിൽ പരിപൂർണമായ ഈമാനുള്ളയാൾ സ്വഭാവം നന്നാക്കിയ ആളാണ്. ഒരാളുടെ സ്വഭാവം ഏറ്റവും നന്നായാൽ അയാളുടെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. നേരെ വിപരീതം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിലോ അയാളുടെ ഈമാനിനെ അത് ബാധിക്കുമെന്നാണ് അതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, പരിപൂർണമായ ഈമാൻ എന്നത് ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കുന്നതിലൂടെയാണ് നേടിയെടുക്കാൻ സാധിക്കുക. രണ്ടാമത്തെ പ്രത്യേകത, ശ്രേഷ്ഠത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അയാൾക്ക് അടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സാമീപ്യം ലഭിക്കുന്നയാൾ സൽസ്വഭാവികൾ ആയിരിക്കും. ആരാണോ സ്വഭാവം നന്നാക്കിയത് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പരലോകത്ത് അയാൾക്ക് അടുപ്പം ലഭിക്കും, സാമീപ്യം ലഭിക്കും. അതുപോലെ പ്രവാചകന് ഏറ്റവും ഇഷ്ടം സ്വഭാവം നന്നാക്കിയ ആളുകളെയാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനക്കും അഖ്ലാഖ. തീർച്ചയായും നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, ഞാനുമായി ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ ഏറ്റവും അടുത്ത സാമീപ്യമുള്ള ആൾ നിങ്ങളിൽ സൽസ്വഭാവമുള്ള ആളുകളാണ്. നിങ്ങളിൽ ആരാണോ നിങ്ങളുടെ സ്വഭാവം നന്നാക്കിയത് അയാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും അടുത്ത ആളുമായിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അവിടുത്തേക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ സ്വഭാവം നന്നായാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ തിരിച്ചു സ്നേഹിക്കുമെന്നാണ്. നമ്മൾ എത്ര കണ്ട് അങ്ങോട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ലൈസ ശഅ്നു അൻ തുഹിബ്ബ ഇന്നമ ശഅ്നു അൻ തുഹബ്ബ. നീ ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിലല്ല കാര്യം,
മറിച്ച് നീ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിലാണ്, നിന്നെ ഒരാൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിലാണ് കാര്യം. അല്ലെ, നമ്മൾ അങ്ങോട്ട് നമുക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടമാണ്, ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്ന് പറയാം. നമ്മുടെ നാവാണ്, നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പറയാം. പക്ഷേ നമ്മെ തിരിച്ചൊരാൾ സ്നേഹിക്കുന്നു എന്ന് പറയലാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മോട് ഒരാൾക്ക് ഇങ്ങോട്ട് ഇഷ്ടം തോന്നുക എന്നത് വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണത്? നമ്മെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ, നമ്മെ ഒരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനനുസരിച്ചുള്ള നിലവാരം നമുക്കുണ്ടാവണം. ഒരാൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാനുള്ള അർഹത നമുക്കുണ്ട്, അതിനുള്ള നിലവാരമുണ്ട് എന്നാണ് അർത്ഥം. ആരാണ് ഈ സ്നേഹിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമാണ്, അവിടത്തേക്ക് പ്രിയപ്പെട്ട ആളാണ് ആര്? സ്വഭാവം നന്നാക്കിയ ആൾ. ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിൽ സഹോദരങ്ങളെ, എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നേരെ അതിൻ്റെ വിപരീതം അതേ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. വഇന്ന അബ്ഗളകും ഇലയ്യ വഅബഅദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി. നേരത്തെ ഇഷ്ടമുള്ളയാളും ഖിയാമത്ത് നാളിൽ അടുപ്പമുള്ള ആളുകളെ കുറിച്ചും പറഞ്ഞു. നേരെ തിരിച്ച് എനിക്ക് ഏറ്റവും വെറുപ്പും ഞാനുമായി ഖിയാമത്ത് നാളിൽ വളരെ വിദൂരത്ത് ആവുകയും ചെയ്യുന്ന ആളുകൾ അസ്സർസാറൂന വൽ മുതശദ്ദിഖൂന വൽ മുതഫൈഹിഖൂൻ. 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് അലിംനാ അസ്സർസാറൂന വൽ മുതശദ്ദിഖൂൻ ഫമൽ മുതഫൈഹിഖൂൻ. 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. അതിൽ സഹാബത്ത് പറഞ്ഞു, 2 വിഭാഗത്തെ കുറിച്ച് നമുക്കറിയാം. ആരാണ് അൽ മുതഫൈഹിഖൂൻ? ഖാല, അവിടുന്ന് പറഞ്ഞു, അൽ മുതകബ്ബിറൂൻ. അസ്സർസാറൂൻ എന്ന് പറഞ്ഞാൽ, അസ്സർസാർ എന്ന് പറഞ്ഞാൽ ധാരാളമായി സംസാരിക്കുന്ന ആളാണ്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് സംസാരിക്കുക. അൽ കസീറുൽ കലാം എന്ന് അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല, അത്തരം ആളുകളോട് വെറുപ്പാണ്. അതുപോലെ അവർ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവിടുത്തെ സാമീപ്യം അത്തരം ആളുകൾക്ക് ലഭിക്കുകയില്ല. ഒക്കെ ഒന്നാമത്തെ വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കൂട്ടർ ഈ ആളുകളാണ്. അപ്പൊ ധാരാളം സംസാരിക്കുക എന്നത് സൽസ്വഭാവത്തിന്റെ അടയാളമല്ല. കുറേ സംസാരിക്കുക സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം, അത് നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല. രണ്ടാമത്തത് അവിടുന്ന് പറഞ്ഞു അൽ മുതശദ്ദിഖൂൻ. അൽ മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ, ജനങ്ങളുടെ മേൽ തർക്കവുമായി കടന്നു കയറുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ, സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരടിക്ക് കയറുക എന്ന് പറയില്ലേ, ഒരു കാര്യം പറയാൻ പറ്റൂല, പറഞ്ഞാൽ കുടുങ്ങി എന്ന രൂപത്തിലുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പാണ്. അതുപോലെ ഖിയാമത്ത് നാളിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉണ്ടാവുകയില്ല. ഈ 2 വിഭാഗത്തെയും അറിയാം. മൂന്നാമത് പറഞ്ഞ വിഭാഗം ആരാണ് നബിയെ എന്ന് സഹാബത്ത് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളാണ്, അഹങ്കാരമുള്ള ആളുകൾ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ ഹക്ക്, സത്യം പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാതിരിക്കുകയും ജനങ്ങളെ നിസാരമായി കാണുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ 3 വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അത്തരം ആളുകളോട് അവിടത്തേക്ക് വെറുപ്പാണ്. ഈ 3 കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം പറഞ്ഞ വിശേഷണം വളരെ മഹത്തരമാണ്, അതാണ് നമ്മുടെ വിഷയം. സ്വഭാവം നന്നാക്കിയാൽ, സൽസ്വഭാവിയായാൽ പ്രവാചകന്റെ സ്നേഹം ലഭിക്കും, അവിടുത്തെ സാമീപ്യം ലഭിക്കും. നേരെ തിരിച്ചായാൽ, അതിന് വിപരീതമായാൽ, ധാരാളം സംസാരിച്ചാൽ, ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായാൽ, അതുപോലെ ആളുകളുടെ മേൽ കടന്നു കയറുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ച് മോശമായ വാക്കുകൾ, ഈ ഹദീസിന്റെ ശറഹിൽ നമുക്ക് കാണാം, ജനങ്ങളുടെ മേൽ കടന്നു കയറുക വാക്കുകൾ കൊണ്ട്, മോശമായി സംസാരിക്കുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ചീത്ത വിളിക്കുക, ഇതൊക്കെ അതിൽ പെടും. അത്തരം ആളുകളെ
പ്രവാചകന് ഇഷ്ടമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഹദീസ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട ഒരു ഹദീസാണ്. ഒരുപാട് ധാരാളം വിശദീകരിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം പ്രധാനമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തെ പ്രത്യേകത എന്നത്, ഒരാൾ സൽസ്വഭാവിയായാൽ പ്രവാചകന്റെ സ്നേഹം ലഭിക്കും. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അയാൾക്ക് അടുക്കാനും സാധിക്കും. മൂന്നാമത്തെ വിശേഷണം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നന്മയുള്ള ഖൈറിന്റെ ആളാണ് എന്ന് അവിടുന്ന് അറിയിച്ചു. അവിടുന്ന് പറഞ്ഞു, ലം യകുനിൻ നബിയു, അവിടുത്തെ കുറിച്ച് സഹാബത്ത് പറയുകയാണ്, ലം യകുനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ വകാന യഖൂലു, അവിടുന്ന് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടെ ജീവിച്ച സഹാബത്ത് പറയുകയാണ്, അവിടുന്ന് വൃത്തികെട്ട മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. ചീത്ത വിളിക്കുക, മോശമായ വാക്കുകൾ പ്രയോഗിക്കുക എന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അവിടുന്ന് ഒരിക്കലും അത്തരം പ്രയോഗങ്ങൾ നടത്താറില്ല. മാത്രമല്ല അവിടുന്ന് പറയാറുണ്ട്, ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ അഹ്സനക്കും അഖ്ലാഖ, നിങ്ങളിൽ സ്വഭാവം നന്നാക്കിയ ആളുകളാണ്. ഒരാൾ സൽസ്വഭാവിയായാൽ, അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ അയാൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ്. നിരുപാധികം, ഒരു നിബന്ധനയും വെക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നാലാമത്തെ പ്രത്യേകത സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാളുടെ മീസാനിൽ നാളെ പരലോകത്ത് അമലുകൾ തൂക്കി നോക്കുമ്പോൾ കനം തൂങ്ങുന്ന ഒരു കാര്യമാണ് സൽസ്വഭാവം. അവിടുന്ന് പറഞ്ഞു, മാ ശൈഉൻ അസ്ഖലു ഫിൽ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസനിൻ. ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിന്റെ മീസാനിൽ സൽസ്വഭാവം പോലെ ഭാരം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. ഒരു സത്യവിശ്വാസി, ആ സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് സൽസ്വഭാവം. നോക്കൂ നിങ്ങൾ, ഒരുപാട് അമലുകൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പല അമലുകൾക്കും ഇതുപോലെ മീസാനിൽ കലം തൂങ്ങും, ഭാരം തൂങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അറിയിച്ചിരിക്കുകയാണ് എന്ത്? സൽസ്വഭാവം എന്നത്. നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം എന്നത് ഈ ഹദീസിലൂടെ നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇന്നല്ലാഹ ലയുബ്ഗിദുൽ ഫാഹിഷൽ ബദീഅ, തീർച്ചയായും അല്ലാഹു തആല വൃത്തികെട്ട മോശമായ സംസാരം നടത്തുന്ന, ചീത്ത വിളിക്കുന്ന അത്തരം ആളുകളെ വെറുക്കുന്നു. സംസാരങ്ങൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ ചീത്ത വരിക, മോശമായ വാക്കുകൾ വരിക, അപവാദം വരിക എന്നത് സഹോദരങ്ങളെ ഗൗരവമാണ്, വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്, നിസ്സാരമായ ഒരു കാര്യമല്ല. പലപ്പോഴും പല ആളുകളും ജോലി സ്ഥലങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംസാരങ്ങൾക്കിടയിൽ മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നതായി കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ദേഷ്യം പിടിച്ചാൽ വല്ലാതെ ചൂടായാൽ പഴയത് പുറത്തേക്ക് വരും. നമ്മിൽ പലരും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് കടന്നു വന്നവരാണ്. നമ്മിൽ പലർക്കും ഇതിനു മുന്നേ ഒരു ജീവിതമുണ്ടായിരുന്നു. ഇതിനു മുന്നേ തൗഹീദിനും സുന്നത്തിനും മുന്നേ ഒരു ജീവിതം നയിച്ചവരാണ്. ആ ജീവിതത്തിൽ പല ജാഹിലിയത്തും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു തആലക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ്, ഒഴിവാക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ പോലും മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ചാലും ഈ കാര്യം പലരിലും പ്രകടമാകുന്നത് നമുക്ക് കാണാം. ആ സന്ദർഭം എത്തിയാൽ, വല്ലാതെ ദേഷ്യം പിടിച്ചാൽ, വല്ലാതെ ചൂടായാൽ
വാക്ക് പറഞ്ഞ് അങ്ങേയറ്റത്തെത്തിയാൽ പഴയത് പുറത്തേക്ക് വരും. ഞാൻ ആരാന്നറിയില്ല, പഴയത് എടുക്കാനിട്ടാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നതായി കാണാം. യഥാർത്ഥത്തിൽ അത്തരം പ്രയോഗങ്ങൾ അല്ലാഹു തആലക്ക് വെറുപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ ശ്രേഷ്ഠത, അഞ്ചാമത്തെ പ്രത്യേകത, സൽസ്വഭാവം എന്നത് ഒരു മുസ്ലിമിനെ നോമ്പുകാരൻ്റെയും നിസ്കാരക്കാരൻ്റെയും പദവിയിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞാൽ, സുന്നത്ത് നോമ്പെടുക്കുന്ന രാത്രി നിസ്കരിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് സ്വഭാവം നന്നാക്കിയ ആൾ എത്തിച്ചേരുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സായിമിൽ ഖായിം. തീർച്ചയായും ഒരു മുഅ്മിൻ അവന്റെ സൽസ്വഭാവം കാരണത്താൽ നോമ്പുകാരൻ്റെയും രാത്രി നിസ്കാരക്കാരൻ്റെയും പദവിയിൽ എത്തിച്ചേരും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, സ്വഭാവം നന്നാക്കിയാൽ നിസ്കരിച്ച നോമ്പ് നോറ്റ ആളെപ്പോലെ. ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന രാത്രി നിസ്കരിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. മറ്റൊരാൾ അത്രമാത്രം ചെയ്യുന്നില്ല, പക്ഷെ അയാൾ നല്ല സ്വഭാവമുള്ള ആളാണ് എങ്കിൽ അയാളുടെ പദവി ഇതുപോലെയാണ്. ഒരാൾ ഇതൊക്കെ ചെയ്തു സ്വഭാവം മോശമാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെയാണ്. വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, ആറാമത്തെ പ്രത്യേകത എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ദുനിയാവും അതിലുള്ളതിനേക്കാളെല്ലാം ഖൈറാണ്, ഉത്തമമാണ് ഒരാളുടെ സ്വഭാവം നന്നാവുക എന്നത്. അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാല് കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ ദുനിയാവിൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നീ പേടിക്കേണ്ടതില്ല, നിന്നെ ഒന്നും ബാധിക്കുകയില്ല, നിനക്കൊരു പ്രശ്നവുമില്ല. ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? ഹിഫ്ളു അമാന, ഹിഫ്ളു അമാനത്തിൻ, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്ന കാര്യം. ഒരാൾ വല്ലതും ഏൽപ്പിച്ചു, അതല്ലെങ്കിൽ വല്ല ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടു, ഏറ്റെടുത്തു എങ്കിൽ അത് കാത്തു സൂക്ഷിക്കുക എന്നത് ദുനിയാവ് മുഴുവനും കിട്ടുന്നത് പോലെയാണ്. ദുനിയാവിൽ നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും പേടിക്കേണ്ടതില്ല, ആ ഒരു ഗുണം നിന്നിലുണ്ടെങ്കിൽ. രണ്ടാമത്തത് വസിദുഖു ഹദീഥിൻ, വാക്കുകൾ സംസാരിക്കുമ്പോൾ സത്യസന്ധത ഉണ്ടെങ്കിൽ, സത്യസന്ധത, കളവ് പറയുകയില്ല, ആ ഒരു സ്വഭാവം നിന്നിലുണ്ടോ നീ പേടിക്കേണ്ടതില്ല. മൂന്നാമത്തത് വഹുസ്നു ഖലീഖത്തിൻ, അതാണ് നമ്മുടെ വിഷയം, സൽസ്വഭാവം, സ്വഭാവ ഗുണമുണ്ടെങ്കിൽ, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ നീ പേടിക്കേണ്ടതില്ല. നാലാമത്തത് വഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, ഭക്ഷണത്തിൽ ഉപജീവനത്തിൽ ഇഫ്ഫത്ത്, പരിശുദ്ധി, വിശുദ്ധി പാലിക്കുക എന്ന കാര്യവും നിന്നിലുണ്ടെങ്കിൽ നീ പേടിക്കേണ്ടതില്ല. നിങ്ങൾ നാല് കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അമാനത്ത്, വിശ്വസ്തത, വിശ്വസിക്കപ്പെട്ടാൽ ഒരിക്കലും വഞ്ചന കാണിക്കാതിരിക്കുക എന്നത് അവിടുന്ന് പറഞ്ഞു. പിന്നെ സത്യസന്ധതയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചാലും സത്യം പറയുന്ന ആളുകളായിരിക്കണം നമ്മൾ. അത് നമുക്കെതിരായാലും ശരി, ചിലപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസമുണ്ടായെങ്കിലും ശരി, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. കളവ് ഒരിക്കലും പറയരുത്. തമാശക്ക് പോലും കളവ് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവരുത്. മൂന്നാമത്തത് സൽസ്വഭാവം. നാലാമത്തത് ഭക്ഷണം അഥവാ നമ്മുടെ ജോലി, നമ്മുടെ കൂലി, നമ്മുടെ സമ്പത്ത് അത് ഹലാലായിരിക്കണം, അതിൽ ഹറാമ് കലരാത്ത ഒരു സാഹചര്യം. ഇങ്ങനെ നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ദുനിയാവും അതിലുള്ളതിനേക്കാളെല്ലാം ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇനി ഏഴാമത്തെ പ്രത്യേകത, ഏഴാമത്തെ ശ്രേഷ്ഠത എന്നത് ഒരാളുടെ സൽസ്വഭാവം, ഒരാൾ സ്വഭാവം നന്നാക്കിയാൽ
അയാൾക്ക് എല്ലാ ഖൈറും ലഭിച്ചു എന്നാണ്. എല്ലാ നന്മകളും അയാൾക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ അവിടുത്തോട് ചോദിക്കപ്പെട്ടു നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും. എന്താണ് നന്മ നബിയെ, എന്താണ് തിന്മ നബിയെ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ ബിർറു, നന്മ എന്നാൽ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. നന്മയെ മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്കിൽ ചുരുക്കി. നന്മ എന്നാൽ അത് സൽസ്വഭാവമാണ്. തിന്മയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒരു തിന്മ എന്നത്, തിന്മ എന്താണ് എന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്തു, അത് നിനക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ജനങ്ങൾ അത് കാണുമ്പോൾ നീ അത് ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾ അത് കാണുക എന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് തിന്മ. ഏതാണ് തെറ്റ്, തിന്മ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹദീസാണിത്. എന്താണ്, നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകും, ചെയ്യുമ്പോൾ ഒരു മനപ്രയാസം ഉണ്ടാകും, മനസ്സിനെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കും. ഇനി ഒരാൾക്ക് അതില്ല എന്ന് വിചാരിക്കുക, നല്ല മനക്കെട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു, എന്താണ്, ജനങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെടുകയില്ല, ജനങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുകയില്ല. ഇത് തിന്മയെ, തെറ്റിനെ മനസ്സിലാക്കാനുള്ള ഒരു നിർവചനമാണ്. എന്താണ് തെറ്റ് എന്ന് അവിടുന്ന് ചുരുക്കി പറയുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ് തെറ്റ് എന്ന്. തെറ്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. തിന്മയായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ അതിലുണ്ടാകും. ഒന്ന്, അതിൽ പ്രയാസമുണ്ടാകും, മനപ്രയാസമുണ്ടാകും. ഈമാനിന്റെ തരിമ്പ് ഹൃദയത്തിലുണ്ടെങ്കിൽ അതുണ്ടാകും. ഇനി ഒരാൾക്ക് അതില്ല എന്ന് വിചാരിക്കുക, രണ്ടാമത്തത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. എന്താണ്? ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞു. അത് സൽസ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാം. എട്ടാമത്തെ ശ്രേഷ്ഠത എന്നത് സൽസ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിന് വസിയ്യത്തായി പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ഒരു വർത്തമാനമല്ല അല്ലെ. എന്താണ് വസിയ്യത്തിന്റെ പ്രത്യേകത? വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഉപദേശമാണ് നൽകുക. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്നതിന് വസിയ്യത്ത് എന്ന് നമ്മൾ പറയും. അതാണ് പൊതുവായി വസിയ്യത്ത് എന്ന് പറയുക. പിന്നെ ഒരാൾ യാത്ര പോകുമ്പോൾ, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വിഷയം ഗൗരവത്തിൽ ഉണർത്തുക, ഇതിനൊക്കെ വസിയ്യത്ത് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദാഇയായി പറഞ്ഞയക്കുകയാണ്. പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ, യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, മുആദേ നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിനെ തുടർന്ന് നന്മ ചെയ്യുക, എങ്കിൽ നിന്റെ തെറ്റ് മായ്ക്കപ്പെടും. ഒരു തെറ്റ് സംഭവിച്ചു പോയി, ഉടനെ നന്മ ചെയ്യുക, വേഗത്തിൽ നന്മ ചെയ്യുക, എങ്കിൽ ഈ നന്മ ആ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, അതാണ് നമ്മുടെ ഭാഗം. ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ നീ പെരുമാറുക. നോക്കൂ നിങ്ങൾ, പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് വസിയ്യത്തായി പറഞ്ഞു കൊടുത്തു എന്നാണ് സഹാബത്ത് അറിയിക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം തുടക്കത്തിൽ പറഞ്ഞ 3 ബാധ്യതകളുണ്ട്. ആരോടൊക്കെയാണ്? അള്ളാഹുവിനോട്, റസൂലിനോട്, ജനങ്ങളോട്. ഈ ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. എന്താണ്? ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത് റബ്ബിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. രണ്ടാമത്തത് നമ്മുടെ സ്വന്തത്തോടുള്ള ബാധ്യതയാണ്. എന്താണ് സ്വന്തത്തോടുള്ള ബാധ്യത? തെറ്റ് ചെയ്തു പോയാൽ വേഗം നന്മ ചെയ്യുക. കാരണം തെറ്റിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തെറ്റ് ചെയ്താൽ വേഗത്തിൽ നന്മ ചെയ്യുക. മൂന്നാമത്തത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റുള്ളവരോട്
നമ്മൾ അല്ലാത്ത ആളുകളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. 3 വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവിടുന്ന് നിസ്സാരമായ കാര്യങ്ങൾ ഒരിക്കലും വസിയത്തായി പറഞ്ഞു കൊടുക്കുകയില്ല. ഇതിന് സൽസ്വഭാവത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. നോക്കൂ, ഇവിടെ പ്രത്യേകം ജനങ്ങളോട് എന്ന് എടുത്തു പറഞ്ഞു. ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക എന്ന് എടുത്തു പറഞ്ഞു. കാരണം അധികാരമുണ്ടാകുമ്പോൾ, മറ്റുള്ളവർക്ക് മുകളിലാവുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സ്വഭാവം മാറിയേക്കാം. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് ഖാദിയായി അവിടെ ദഅവത്ത് ചെയ്യാൻ, അവിടെ ഒരു ഭരണം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായി അധികാരം വന്നെത്തുമ്പോൾ, ഒരു ഉയർച്ച കിട്ടുമ്പോൾ സ്വഭാവം മാറിപ്പോയാലോ അതിന് സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മെ മോശമാക്കുക നമ്മുടെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളുമായിരിക്കും. ഒരാൾ സാധാരണ ഒരു കീഴുദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോൾ വളരെ വിനയാന്വിതനായിരിക്കും. പലപ്പോഴും അയാൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടിയാൽ ചിലപ്പോൾ സംസാരത്തിന്റെ ശൈലി മാറും, രൂപം മാറും. പഴയതുപോലെ ഇന്നലെ വരെ സഹപ്രവർത്തകരായി കണ്ട ആളുകൾ ഇന്ന് കീഴിൽ താഴെ വരുമ്പോൾ ഒരുപക്ഷെ പെരുമാറ്റത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അവിടെ എല്ലാം ഇസ്ലാം ദീൻ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് സ്വഭാവം നന്നാക്കണമെന്നാണ്. സ്വഭാവം നന്നാക്കണം എന്നാണ്. 9ാമത്തെ പ്രത്യേകത, 9ാമത്തെ ശ്രേഷ്ഠത എന്നത്, ആരാണോ സൽസ്വഭാവം കൈക്കൊണ്ടത്, ഒരാളുടെ സ്വഭാവം നന്നാക്കിയത്, അയാൾക്ക് സ്വർഗത്തിൽ വീടുണ്ട്, സ്വർഗത്തിൽ ഭവനമുണ്ട്, വീടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ, ഞാൻ ഉറപ്പ് പറയുന്നു, ഉറപ്പ് നൽകുന്നു. സഈമുൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി നൽകാമെന്നാണ്. ഞാൻ ഉറപ്പ് നൽകുന്നു, വാഗ്ദാനം ചെയ്യുന്നു. ബിബൈത്തിൻ, ഒരു വീടിനെ തൊട്ട്, ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ആർക്കാണ് ആ വീട്? ഫീ റബദിൽ ജന്നതി, സ്വർഗത്തിന്റെ ഓരത്ത്, സ്വർഗത്തിന്റെ ഒരറ്റത്ത് വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖൻ, തന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നിരിക്കെ തർക്കം ഉപേക്ഷിച്ച ഒരാൾക്ക് സ്വർഗത്തിന്റെ ഓരത്ത് വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. വബിബൈത്തിൻ ഫീ വസതിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹ, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് പറയുന്നു. ആർക്ക്? തമാശക്കായാലും ശരി, കളവ് ഉപേക്ഷിച്ച ഒരാൾക്ക്. വബിബൈത്തിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ, സ്വർഗത്തിന്റെ മുകളിൽ ആ ഫാൻസി കടന്റെ മുന്നിൽ വണ്ടി വെച്ചിട്ടുണ്ടോ? ആ, അത് മാറ്റി കൊടുത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വബിബൈത്തിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ, സ്വർഗത്തിന്റെ മുകളിൽ ഒരു വീടുണ്ട്. ആർക്ക്? ആരാണോ തന്റെ സ്വഭാവം നന്നാക്കിയത്. നോക്കൂ, ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്. സ്വർഗത്തിന്റെ അറ്റത്ത്, സ്വർഗത്തിന്റെ ഓരത്ത് വീടാർക്കാണുള്ളത്? തർക്കം ഉപേക്ഷിച്ച ആൾക്ക്. തന്റെ ഭാഗത്ത് സത്യമുണ്ട് പക്ഷെ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞ് വിട്ടുനിന്നാൽ സ്വർഗത്തിലൊരു വീടാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പലപ്പോഴും ഒരിക്കലും വിട്ടുകൊടുക്കൂല. നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ വിട്ടുകൊടുത്താൽ, തർക്കത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അത് വലിയ കാര്യമാണ്, അത് വലിയ കാര്യമാണ്. സഹോദരങ്ങളെ, ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ സന്ദർഭത്തിൽ പാലിക്കാനാണ് നമുക്ക് പ്രയാസം. നമ്മുടെ ഭാഗത്ത് ഹക്കുണ്ട്, ഞാനെന്തിനു വിട്ടുകൊടുക്കണം എന്നാണ് നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് പക്ഷെ തർക്കത്തിനില്ല, കാര്യം പറയുന്നു.
എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അത് വലിയ കാര്യമാണ്. രണ്ടാമത്തത്, തമാശക്കായാൽ പോലും കളവ് പറയാത്ത ഒരാൾ, തമാശക്കായാൽ പോലും കളവ് പറയാത്ത ഒരാൾ, തമാശക്ക് പോലും പറയുകയില്ല എങ്കിൽ കാര്യമായിട്ട് പറയോ? ഇല്ല. അത്തരം ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ, സ്വർഗത്തിന്റെ നടുഭാഗത്ത്, ഇപ്പൊ സ്വർഗത്തിന്റെ ഉയരങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിന്റെ പദവികൾ കൂടുമെന്നാണ്. സ്വർഗത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, സ്വർഗത്തിന്റെ ഉയരങ്ങൾ കൂടുന്നതിനനുസരിച്ച് പദവികളും സുഖങ്ങളും വർദ്ധിക്കും. നരകം നേരെ തിരിച്ചാണ്. താഴോട്ട് പോകുന്നതിനനുസരിച്ച് നരകത്തിൽ ശിക്ഷ കൂടുകയാണ് ചെയ്യുക. നരകം എത്ര കണ്ട് താഴേക്ക് പോകുന്നു അത്ര കണ്ട് ശിക്ഷ വർദ്ധിക്കും. അപ്പൊ നരകം മുകളിലേക്ക്, ഒരാൾ മുകൾ ഭാഗത്താണെങ്കിൽ അത്ര ശിക്ഷ കുറയുമെന്നാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പ്രയാസകരമായിരിക്കും. അപ്പൊ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരാൾക്ക് വീടുണ്ട്. മൂന്നാമത് പറഞ്ഞതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് പറഞ്ഞത്? സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ, മുകളിൽ. നോക്കൂ നിങ്ങൾ, 3 കാര്യങ്ങളിൽ തർക്കവും കളവും അവിടുന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ ഓരത്തും മധ്യത്തിലുമാണ് പറഞ്ഞത്. എന്നാൽ സൽസ്വഭാവത്തിന് അവിടുന്ന് ഉയർന്ന പദവിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. ഒരാൾ സ്വഭാവം നന്നാക്കുക എന്നതിന് എത്ര പ്രത്യേകതയുണ്ട്, എന്തുമാത്രം മഹത്തരമാണ് എന്ന് ഈ ഹദീസിലൂടെ, ഈ ഒരൊറ്റ ഹദീസ് വായിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. 10ാമത്തെ പ്രത്യേകത, ശ്രേഷ്ഠത എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലു നാസൽ ജന്ന, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളിൽ അധിക പേരും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ത് കാര്യത്തിലാണ്? അധികം ആളുകളും എങ്ങനെയാണ്, ഏത് വിഷയത്തിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, തഖ്വയും സൽസ്വഭാവവുമാണ് ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത് രണ്ടും ഒരാളിൽ ഉണ്ടായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അധികം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുക ഈ 2 കാര്യങ്ങളും ഉണ്ടായാലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, തഖ്വയുടെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹുസ്നുൽ ഖുലുഖ്. നല്ല തഖ്വയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവം നന്നായിരിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ ആ തഖ്വയുടെ ഭാഗമാണ്, അതല്ലെങ്കിൽ അതിന്റെ കൂടെ ഉള്ളതാണ് എന്ത്? സൽസ്വഭാവം. ഒരാൾ നല്ല തഖ്വയുള്ള ആളാണ്, സ്വഭാവം ഒരു നിലക്കും കൊള്ളുകയില്ല എങ്കിൽ ആ തഖ്വ പരിശോധിക്കേണ്ടതുണ്ട്. ആ തഖ്വ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കാണും, നല്ല തഖ്വയുള്ള ആളായിരിക്കും, നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന നല്ല ആളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സ്വഭാവം 5 പൈസക്ക് കൊള്ളൂല എങ്കിൽ ആ തഖ്വ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? ഒരാളുടെയും തഖ്വയോ ദീനോ അളക്കാൻ നമ്മൾ ആളല്ല. പക്ഷെ എന്താണ് പറയാനുള്ള കാരണം? ഏറ്റവും തഖ്വയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, തഖ്വയും ഹുസ്നുൽ ഖുൽഖും ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ ഒരാളുടെ തഖ്വ എന്നത് അയാളുടെ സ്വഭാവത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം ഇനി ഓരോരുത്തരെയും നോക്കിയിട്ട് അയാളെ സ്വഭാവം പോരാ, അപ്പൊ അയാൾ തഖ്വ ശരിയല്ല എന്ന് പറയണം എന്നല്ല ഇതിന്റെ അർത്ഥം. നല്ല ഇതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. പുറത്തേക്ക് നോക്കിയിട്ട് ആളുകളുടെ കാര്യം വിചാരണ ചെയ്യാനല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം, ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഹദീസുകളും വിഷയങ്ങളും പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പറഞ്ഞതിന്റെ ചുരുക്കം, അധികം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുക ഒന്നാമത്തെ കാരണം തഖ്വയാണ്, രണ്ടാമത്തെ കാരണം ഹുസ്നുൽ ഖുൽഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. 11ാമത്തെ ശ്രേഷ്ഠത, പ്രത്യേകത, ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാൾ നരകത്തിൽ നിന്നും സുരക്ഷിതനാകും.
നരകം അയാൾക്ക് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാരി ഔ ബിമൻ തഹ്റുമു അലൈഹിന്നാർ. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നരകത്തിനുമേൽ ഹറാമാക്കപ്പെട്ട ഒരാൾ, അതല്ലെങ്കിൽ നരകം ഒരാളുടെ മേൽ ഹറാമാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? പറഞ്ഞ മനസ്സിലായോ? നരകത്തിന് ഇയാൾ ഹറാമാണ്, അതല്ലെങ്കിൽ ഇയാളുടെ മേൽ നരകം ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ നരകത്തിൽ പോകില്ല എന്നാണ് അതിന്റെ അർത്ഥം. നരകം അയാൾക്ക് അനുയോജ്യമല്ല, അയാൾ നരകത്തിൽ നിന്ന് സുരക്ഷിതനാണ് എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞതിന് ചുരുക്കം അതാണ്. ആരാണ് അയാൾ? അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ. 3 വിശേഷണം പറഞ്ഞു. 3 വിശേഷണങ്ങൾ ഉള്ള ഒരാൾ നരകത്തിൽ നിന്നും അയാൾ സുരക്ഷിതനാണ്, അയാൾക്ക് നരകം ഹറാമാണ്. അലാ കുല്ലി ഖരീബിൻ. ഖരീബ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി അടുപ്പമുള്ളയാൾ, ജനങ്ങളുമായി അടുക്കുന്ന ആൾ. ഹയ്യിനിൻ എന്ന് പറഞ്ഞാൽ നല്ല വഖാറത്തുള്ള അഥവാ ശാന്തതയുള്ള സൗമ്യതയുള്ള ഒരാൾ. സഹ്ലിൻ നല്ല സ്വഭാവ ഗുണമുള്ള ഒരാൾ. 3 വിശേഷണങ്ങൾ. ഒന്ന്, ജനങ്ങളുമായി അടുക്കുന്ന ആളാണ്, അയാൾ ജനങ്ങളുമായി അടുക്കും. ആളുകളുമായി ബന്ധപ്പെടുന്ന, ആളുകളോട് സംസാരിക്കുന്ന, കണ്ടാൽ ചിരിക്കുന്ന, സലാം പറയുന്ന, അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാൾ. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ദീന് പഠിക്കുന്നതിനനുസരിച്ച് ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറാനാണ് അത് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. കണ്ടാൽ മുണ്ടാതെ മസിലും പിടിച്ച് നടക്കുക എന്നതല്ല, മറിച്ച് ആളുകളുമായി അടുപ്പമുണ്ടാകണം. നമ്മുടെ കൂടെയുള്ള സഹജീവികൾ, നമ്മുടെ കൂടെയുള്ള ചുറ്റുമുള്ള ആളുകൾ, മുസ്ലിമീങ്ങൾ അല്ലാത്തവർ, അവരുടെ ക്ഷാമവും ക്ഷേമവും ഒക്കെ അന്വേഷിക്കുന്നവരാവണം നമ്മൾ. കൂടെയുള്ള ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അത് നമ്മൾ അന്വേഷിച്ചറിയണം, വിഷയങ്ങൾ ചോദിച്ചറിയണം. അങ്ങനെ അടുപ്പം ഉണ്ടാകണം, ജനങ്ങളുമായി അടുക്കാൻ സാധിക്കണം. അത് നല്ല ഗുണമാണ്, നല്ല ഗുണത്തിൽപ്പെട്ടതാണ് ജനങ്ങളുമായി അടുക്കുക എന്നത്. ജനങ്ങളുമായി ഒറ്റപ്പെട്ട് എന്തോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നതുപോലെ ജീവിക്കുക എന്നതല്ല അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയാണ്? അവിടുന്ന് ആളുകളുടെ ഇടയിൽ ഇറങ്ങിയിട്ടാണ് പ്രബോധനം ചെയ്തതും ജീവിച്ചതും മസ്ജിദിൽ പോയതും ഒക്കെ അവിടുന്ന് ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ടാണ്. ഒരാൾ വല്ല കാര്യമുണ്ടെങ്കിൽ പ്രവാചകനോട് വന്ന് പറയും. അത് പ്രവാചകനാണെന്ന നിലക്കും അല്ലാതെയും സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകനാവുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? മക്കയിലെ മുശ്രിക്കുകൾക്ക് ആരായിരുന്നു? അൽ അമീനാണ്. നുബൂവത്ത് കിട്ടുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുമായി അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ടാണ് അവർ വിശ്വസ്തൻ എന്ന് പ്രവാചകനെ വിളിച്ചത്. മാത്രമല്ല അവരുടെ വിലപിടിപ്പുള്ള പലതും ഏൽപ്പിച്ചതാരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഇടയിൽ നിർത്താറുണ്ടായിരുന്നു എന്നുവരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇപ്പൊ നുബൂവത്ത് കിട്ടുന്നതിന് മുന്നേ, അള്ളാഹു വഹി കൊടുക്കുന്നതിന് മുന്നേ പ്രവാചകൻ ഈ സ്വഭാവമുള്ള ആളാണ്. അപ്പൊ അതിനുശേഷം അതില്ലാണ്ടാവോ? ഇല്ല. അതിനുശേഷം അത് ഏറ്റവും നല്ല രൂപത്തിൽ നടപ്പിലാക്കും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ദീന് പഠിച്ചാൽ, ദീന് നമുക്ക് വന്നു കിട്ടിയാൽ പിന്നെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ നടക്കലാണോ? അല്ല, അത് ദീനല്ല, അത് ദീനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ആളുകളോട് നല്ല രൂപത്തിൽ അടുക്കാനും സഹവസിക്കാനും സാധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് നരകം ഹറാമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ജനങ്ങളുമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളല്ല, മറിച്ച് ജനങ്ങളുമായി അടുക്കുന്ന ആളാണ്. അതുപോലെ ഹയ്യിൻ എന്ന് പറഞ്ഞാൽ സൗമ്യതയുള്ള, അടക്കമുള്ള, ഒതുക്കമുള്ള ആൾ. നടത്തത്തിലും സംസാരത്തിലും ഒക്കെ അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കണം നമ്മൾ. ഇപ്പൊ നമുക്ക്
എല്ലാവരും ചിരിക്കുന്നത് പോലെ അട്ടഹസിച്ച് ചിരിക്കാൻ നമുക്ക് പാടില്ല. എല്ലാവരും നടക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ പാടില്ല. എല്ലാവരും ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പാടില്ല. മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ മര്യാദയുണ്ട് ഏത് വിഷയത്തിലും. പ്രത്യേകിച്ച് തല ചൊറിയുമ്പോൾ വരെ മര്യാദ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഇങ്ങനെ മാന്തരുത് എന്നാണ്. തല ചൊറിയാൻ വരെ അതിൻ്റെതായ മര്യാദയുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കുരങ്ങ് മാന്തുന്നത് പോലെ മാന്തരുത് എന്ന് വരെ പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ അടക്കവും ഒതുക്കവും മര്യാദയും എത്രമാത്രമാണ്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാൾ ഇങ്ങനെ മാന്തി എന്ന് വിചാരിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് അയാൾ ഗുരുതരമായ അബദ്ധം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അതെന്തല്ല, ഒരു മര്യാദയല്ല, അതൊരു മര്യാദയല്ല എന്ന് വരെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യം അട്ടഹസിച്ച് ചിരിക്കുക, അതുപോലെ റോഡ് കൂടെ നടക്കുമ്പോൾ ഒരു മര്യാദ ഇല്ലാതെ ഇങ്ങനെ ആ രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിലും ഇതൊക്കെ നമ്മുടെ ദീനിനെ ബാധിക്കുന്നതാണ്. അത് മര്യാദയിൽപ്പെട്ടതല്ല. നമുക്ക് നമ്മുടേതായ മര്യാദകളുണ്ട്. ഒരു മുസ്ലിം ജീവിക്കേണ്ടത് മുസ്ലിമിൻ്റെതായ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ്. ചിരിയിലും സംസാരത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസാരം എന്നത് എല്ലാവരും വർത്താനം പറയുന്നതിൽ എന്തെങ്കിലും ഇങ്ങനെ അടിച്ചുവിടുക എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല. നേരത്തെ പറഞ്ഞില്ലേ, അസ്സർസാറൂൻ, കുറേ സംസാരിക്കുക എന്നത്, അമിതമായി ഇങ്ങനെ വായിട്ടടിക്കുക എന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. അത് ശരിയല്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പാണ് എന്നാണ്. അതൊക്കെ നിങ്ങൾ അനാവശ്യമായി വർത്തമാനം പറയുക എന്നത് എത്ര ഗൗരവമാണ്. ചില ആളുകൾക്ക് വെറുതെ വെക്കാൻ സാധിക്കൂല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. കുറെ അവനെന്റെ കാര്യം പറയും, പിന്നെ മറ്റുള്ള ആളുടെ കാര്യം പറയും, പിന്നെ മറ്റവന്റെ ഇറച്ചി ഒന്നും, പിന്നെ ഇവന്റെ ഇറച്ചി ഒന്നും. ഇനി ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും പോയി ഫിത്ന ഉണ്ടാക്കും. അതല്ലെങ്കിൽ അവിടുന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് കൊടുക്കും, ഇപ്പുറത്തെടുത്ത് അപ്പുറത്ത് കൊടുക്കും. നല്ല രണ്ടാളുകൾ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ ഓരോക്കിടയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഓൻ ഇങ്ങനെ പറഞ്ഞു, മറ്റവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ദീനിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും. ദീനിന്റെ പേരും പറഞ്ഞ് കുറേ ചർച്ച ഉണ്ടാക്കും. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വെറുതെ വർത്താനം പറയും. വെറുതെ ഒരാൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും, പിന്നെ അതിന്റെ മുകളിൽ പോയിട്ട് ഒരു 1/4 മണിക്കൂർ അങ്ങനെ പോകും. ഏതാണ് ഈ സമയം? വിലപ്പെട്ട സമയമല്ലേ. പറഞ്ഞു കൊടുക്കാം, ശരിയാണ്, ദഅവത്ത് ചെയ്യണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അതിന്റെ മേൽ കടിച്ചു തൂങ്ങരുത്, അതാണ് പറഞ്ഞത്. വെറുതെ കുറെ വർത്തമാനം പറയരുത്. വർത്തമാനത്തിന് എന്തുണ്ട്? അത് നിരീക്ഷിക്കാൻ അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ പറഞ്ഞു വിടുന്നതൊക്കെ എന്താണ്? ഇതിങ്ങനെ പറഞ്ഞു വരുന്നത് മലയാളത്തിൽ ഇങ്ങനെ നമ്മുടെ അക്ഷരങ്ങളായി പുറത്തേക്ക് വരുന്നതിനൊക്കെ രേഖപ്പെടുത്തപ്പെടും. ഓരോന്നും രേഖപ്പെടുത്തപ്പെടും എന്നാണ്. ഒരു വാക്കും, മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്കും, ഒരൊറ്റ വാക്കും ഒഴിവാകുകയില്ല. റഖീബും അതീദും, അഥവാ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. നമ്മൾ പറയുന്ന ഓരോന്നും രേഖപ്പെടുത്തപ്പെടും. അത് മനസ്സിലാക്കിയാൽ നമ്മുടെ വർത്തമാനം കുറയും. അത് മനസ്സിലാക്കിയാൽ നമ്മുടെ വർത്തമാനം കുറക്കാൻ അത് നമ്മെ സഹായിക്കും. നേരത്തെ നമ്മൾ കേട്ടതുപോലെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഹയ്യിൻ എന്ന് പറഞ്ഞാൽ അടക്കമുള്ള, ഒതുക്കമുള്ള ഒരാൾ. സഹ്ലിൻ, സഹ്ൽ എന്ന് പറഞ്ഞാൽ ആള് പരുഷനല്ലാത്ത, പരുക്കനല്ലാത്ത, എളുപ്പം നൽകുന്ന. അയാളടുത്ത് സംസാരിച്ചാൽ നമുക്കൊരു സമാധാനം കിട്ടുന്നത് പോലെ ഉണ്ടാവും. ചില ആളുകളടുത്തേക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റൂല. നമ്മൾ ഒന്ന് പറഞ്ഞാൽ 10 ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും. അതുപോലെ സ്വഭാവം വളരെ മോശമായിരിക്കും. അതാണ് നോക്കൂ, സഹൽ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള, എളുപ്പമുള്ള, അയാൾ സൗമ്യനായിരിക്കും. ഈ 3 വിശേഷണങ്ങളുമുള്ള ഒരാൾ, അയാളെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. എല്ലാ ഹദീസും അങ്ങനെ തന്നെയാണ്. ഇത്തരം പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ, പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 12ാമത്തെ പ്രത്യേകത, ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും നല്ലയാളാണ് അയാൾ. നേരത്തെ നമ്മൾ കേട്ടു,
ജനങ്ങളിൽ ഏറ്റവും നല്ല ആളെന്ന് കേട്ടു. എന്നാൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് ഞാൻ, എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. നോക്കൂ, ഈ ഒരു ഭാഗം സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ കുടുംബത്തോട്, നേരത്തെ നമ്മൾ കേട്ടത് മുഴുവനും പുറമെ നമ്മളല്ലാത്ത ആളുകളുമായി ബന്ധപ്പെടുന്ന അങ്ങനെയുള്ള പല വിഷയങ്ങളുമാണ്. എന്നാൽ കുടുംബത്തോട് എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയാണ്. അത് തന്നെ ഭാര്യമാരോട് എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ്. ഈ ഒരു വിഷയം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഈ ഒരു പരീക്ഷയിൽ നമ്മിൽ പലർക്കും മാർക്ക് വളരെ കുറവാണ്. മറ്റുള്ള വിഷയത്തിലൊക്കെ നമ്മൾ മുൻപന്തിയിലാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നല്ല മാർക്ക് കിട്ടിയാലും ഇതിൽ പലപ്പോഴും പരാജിതരായി പോവാറുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ വിഷയത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുടുംബം എന്നത് അതൊരു പ്രത്യേക മേഖലയാണ്. അത് നന്നായാൽ മാത്രമേ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നാവുകയുള്ളൂ. മാത്രമല്ല, പുതിയ അടുത്ത ഒരു തലമുറ വാർത്തെടുക്കപ്പെടേണ്ടത് ഒരു കുടുംബത്തിൽ നിന്നാണ്, ഒരു വീട്ടിൽ നിന്നാണ്. ഒരു ഉമ്മയും ബാപ്പയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം എന്നത് ഇനി വരാനിരിക്കുന്ന തലമുറയെ വാർത്തെടുക്കേണ്ട സ്ഥലമാണ്. അപ്പം അവിടെ സൽസ്വഭാവം കൊണ്ട് നിറക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നന്നായാൽ, നമ്മൾ പരസ്പരമുള്ള സ്വഭാവം നന്നാക്കിയാൽ മാത്രമേ ഇത് കാണുന്ന മക്കൾ അത് കണ്ട് പഠിക്കുകയുള്ളൂ. വീട്ടിൽ എല്ലാ ദിവസവും തർക്കമാണെങ്കിൽ, എല്ലാ ദിവസവും പ്രശ്നമാണെങ്കിൽ, എല്ലാ ദിവസവും വാക്പോരാണെങ്കിൽ മക്കളും അത് തന്നെയാണ് കണ്ടു പഠിക്കുക. ഈ മക്കൾ പുറത്തേക്കിറങ്ങിയാൽ, ഒരു സ്ഥാപനങ്ങളിൽ മദ്രസയിലോ സ്കൂളിലോ പോയാൽ അവിടെ ഇത് പ്രയോഗിക്കും, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഈ രോഗം അങ്ങനെ പകരും. അങ്ങനെയാണ് കുട്ടികൾ പലതും മോശമായി പോകുന്നത്. വീടുകൾ വളർന്നു വരുന്ന സാഹചര്യം വലിയ വിഷയമാണ്. നമ്മുടെ വീട് അത് സൽസ്വഭാവം കൊണ്ട് നിറക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, മദ്യപാനികൾ എല്ലാ ദിവസവും വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും. ഇത് കണ്ട് വളരുന്ന മക്കളുടെ സ്വഭാവത്തിന് അതിൽ സ്വാധീനമുണ്ട്. അതേപോലത്തെ പ്രഷർ രോഗിയായിരിക്കും മകനും, അല്ലെങ്കിൽ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടലാണ്. അത് സഹോദരങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല ദമ്പതികളോട്, ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞ ഉപദേശങ്ങൾ നമുക്ക് കാണാം. ഒരു ഭർത്താവിന് ഭാര്യയോട് ബാധ്യതയുണ്ട്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അല്ലാഹു പറഞ്ഞു, ഭാര്യമാരോട്, നിങ്ങളുടെ ഇണകളോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറുക. എന്താണ് നല്ല രൂപം എന്ന് പറഞ്ഞാൽ? തഫ്സീറുകളിൽ നമുക്ക് കാണാം, ത്വയ്യിബു അഖ്വാലക്കും ലഹുന്ന. ഒന്നാമത്തെ കാര്യം എന്താണ്? അവരോട് നിങ്ങൾ നല്ല വർത്തമാനം പറയുക എന്നാണ്, നല്ല വാക്ക് പറയുക, നിങ്ങളുടെ സംസാരം നന്നാക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം. തെറ്റിയാൽ വാപ്പാക്ക് വിളിക്കുന്ന, പരമ്പര എണ്ണുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്, ശ്രദ്ധിക്കണം. സംസാരം നന്നാക്കുക, നല്ല സംസാരം, ഇണകളോട് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചീത്ത പറഞ്ഞാൽ, നമ്മൾ മോശമായ വാക്കുകൾ പ്രയോഗിച്ചാൽ, നമ്മൾ അതും ഇതും പറഞ്ഞാൽ മക്കളത് കേൾക്കും. പിന്നീട് ആ മക്കൾ ഉമ്മയെ പിന്നീട് ഭാവിയിൽ തെറി പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ വാക്കിൽ നിന്നാണ് അവരത് പഠിക്കുക. നന്മകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട നമ്മൾ പലപ്പോഴും പകർന്നു നൽകുക ഇത്തരം ദുസ്വഭാവങ്ങളായിരിക്കും. തഫ്സീറുകളിൽ ഈ ആയത്തിന്റെ സൂറത്തു നിസായിലെ 4-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ത്വയ്യിബു അഖ്വാലക്കും ലഹുന്ന വഹസ്സിനു അഫ്ആലക്കും,
വഹൈആതികും ബിഹസബി ഖുദ്റതികും, അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ രൂപങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ അവസ്ഥകൾക്കനുസരിച്ച് നിങ്ങൾ നന്നാക്കുക. പ്രവർത്തനങ്ങൾ നന്നാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത് നന്നാക്കേണ്ടതുണ്ട്. കമാ തുഹിബ്ബു ദാലിക മിൻഹാ, അവളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ തിരിച്ചും കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു വൃത്തിയില്ലാതെ നടന്നാൽ എന്നിട്ട് നമ്മൾ പറയും ഭാര്യക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്, നമ്മൾ വൃത്തിയിൽ നടക്കണം, എന്നാലേ അവളും വൃത്തിയിൽ നടക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ എത്ര മനോഹരമായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ നോക്കൂ. എന്താണോ നമ്മൾ ഭാര്യമാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെ നമ്മൾ തിരിച്ചങ്ങോട്ടും കൊടുക്കണം. നമ്മളെ രൂപത്തിലായാലും പ്രവർത്തനത്തിലായാലും ഒക്കെ നമ്മളത് പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ അവിടുന്ന് മാത്രം നല്ലത് പ്രതീക്ഷിക്കുക, അങ്ങോട്ടൊന്നും ഒക്കെ നമ്മുടെ ബാധ്യതയാണ്, അങ്ങോട്ടൊന്നുമില്ല എന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളുണ്ട്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, തിരിച്ചും ഭാര്യക്ക് തിരിച്ചു ഭർത്താവിനോടും എന്തുണ്ട്? നന്മയിൽ വർത്തിക്കുക എന്നത് ബാധ്യതയിൽപ്പെട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് കൊടുക്കുക, അപ്പോൾ തിരിച്ചതുപോലെ കിട്ടും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ് ഒരു ഖായിദയാണത്. എന്താണോ നമ്മുടെ പ്രവർത്തനം അതായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലവും. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഇതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ പലതും നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ സംസാരം നന്നാക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് നല്ല രൂപത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തഫ്സീറുകളിൽ അവിടുത്തെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് രാത്രി ഇശാഇന് ശേഷം ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഭാര്യയുമായി ഒരൽപ്പം സംസാരിക്കും, എന്നിട്ടാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് നേരെ തിരിച്ചാണ്. നമ്മൾ പരമാവധി റോഡിന്റെ അരികിലിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരപ്പൻ ഇരിക്കും, എന്നിട്ട് വൈകിട്ട് വീട്ടിലെത്തും. എന്നിട്ട് വീട്ടിലെത്തിയ രണ്ട് വർത്താനം പറയോ അതുണ്ടാവില്ല. പിന്നെയോ നമുക്ക് അപ്പോൾ എടുക്കും, എന്നിട്ട് ഗ്രൂപ്പ് നോക്കും. അപ്പൊ ഗ്രൂപ്പിൽ കുറേ ഉണ്ടാവും, അല്ല പേഴ്സണലായിട്ട് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ മറുപടി എടുക്കുമ്പോക്ക് മറ്റേളപ്പുറത്ത് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വർത്താനം പറയാൻ നേരം കിട്ടുക? പരസ്പരം മനസ്സുറക്കാൻ നേരില്ല. ഇപ്പൊ എങ്ങനെയാണ് സഹോദരങ്ങളെ നല്ലൊരു ദാമ്പത്യം വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുക? സംസാരിക്കണം, വർത്തമാനം പറയണം, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. നമ്മളോടാണ് അവർക്ക് പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം, അതിന് കാതു കൊടുക്കണം. ഇനി അവരെന്തെങ്കിലും പറയാൻ തുടങ്ങിയാലോ അത് ഭയങ്കര തിരക്കായിരിക്കും. കുറെ തിരക്കുണ്ട് എന്ന് പറയും. അങ്ങനെയല്ല, അവർ പറയാനുള്ളത് കേൾക്കണം. ചെയ്തു കൊടുക്കലും ചെയ്യാതിരിക്കലും മറ്റൊരു വിഷയം. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കും സാഹചര്യത്തിനും അനുസരിച്ച് ചെയ്യലും ചെയ്യാതിരിക്കലും മറ്റൊരു വിഷയം. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ നമ്മളത് കേൾക്കാൻ തയ്യാറാവണം. അവർക്ക് പറയാനുള്ളത്, അവർക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ വീടുകളിൽ താമസിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഇത് ദമ്പതികൾക്കുള്ള ക്ലാസ് പോലെ പോകും, വിഷയം മാറിപ്പോകും. പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ഒരുപാട് പിരിമുറുക്കങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അവരവരുടെ വീടുകളിലല്ലാത്ത മറ്റൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ജോലിയും അവിടുത്തെ കാര്യങ്ങളും ഒരുപാട് മാനസികമായ പിരിമുറുക്കങ്ങൾ അവർക്കുണ്ടാകും. നമ്മളത് പരിഗണിക്കണം, കേൾക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അതിന് നല്ല രൂപത്തിൽ യുക്തിപരമായി ബുദ്ധിയുള്ള ഒരു ഭർത്താവ് അതിനനുസരിച്ച് അതിൻ്റെ വരും വരായികയൊക്കെ പരിശോധിച്ച് പരിഗണിച്ച് നല്ല ഒരു തീർപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ പരസ്പരം അവിടെ ഒരു പോരിന് നമ്മൾ എന്ത് ചെയ്യരുത്, എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ഉമ്മയും നമ്മുടെ പെങ്ങന്മാരും ഒക്കെ കൂടെ ഉണ്ടാകും. അപ്പൊ അവിടെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കാതെ നല്ല രൂപത്തിൽ അത് പരിഹരിക്കാനൊക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം പരമാവധി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് രാത്രി ജീവിപ്പിക്കുക എന്നതാണ് പൊതുവെയുള്ള രീതി. റമദാനിൽ നേരെ തിരിച്ചാണ്. റമദാനിൽ വേഗം ഉറക്കം വരും.
യഥാർത്ഥത്തിൽ റമദാനിലാണ് രാത്രി ഹയാത്താക്കേണ്ടത്. ആ റമദാനിൽ പള്ളിയിൽ വന്നിട്ട് നല്ലോണം ഉറങ്ങും, സുബഹിക്ക് എണീക്കും, ഖൈറാണ്, നല്ല കാര്യമാണ്. ഇബാദത്തുകൾ ഫർളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. തറാവീഹ് നേരത്തെ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറ്റം ചെയ്തു എന്നല്ല. പക്ഷേ ആ രാത്രി ഹയാത്താക്കാൻ സാധിക്കാത്ത നമ്മിൽ പലരും അല്ലാത്ത സമയത്ത് രാത്രി ഹയാത്തിലായിരിക്കും. 12 മണി 1 മണി വരെ നമ്മൾ പലപ്പോഴും മൊബൈലിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു കുറച്ച് സമയം മതി ഭാര്യയോട് സംസാരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഒരുപാട് പ്രശ്നങ്ങൾ തീരാൻ അതുകൊണ്ട് കാരണമാകും. കുറെ പഴയ കാലത്ത് മുമ്പൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അധ്യാപകൻ ദേഷ്യം പിടിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, മുമ്പൊരു വീട്ടിൽ നിന്ന് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും വന്നത്. ഒരാൾ വീട്ടിൽ നിന്ന് ദേഷ്യം പിടിച്ച് പിണങ്ങി ഇറങ്ങിയാൽ അയാളുടെ സ്വഭാവത്തിന് അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കും. പിന്നെ കാണുന്നവരോടൊക്കെ ചൂടായിരിക്കും, പിന്നെ കാണുന്നവരൊക്കെ ദേഷ്യത്തിലായിരിക്കും. എന്നാൽ വീട്ടിൽ നിന്ന് നല്ല നിലക്ക് പുറത്തിറങ്ങിയാലോ നല്ല സമാധാനമായിരിക്കും, കാണുന്നവരോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാവും. കാരണം സ്നേഹത്തിലാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. നല്ല രൂപത്തിൽ സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് നല്ല രൂപത്തിലാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എങ്കിൽ പിന്നെ കാണുന്നവരോടൊക്കെ ആ സ്നേഹത്തിന്റെ അംശം ഉണ്ടാവും. നേരെ തിരിച്ച് പൊട്ടിത്തെറിച്ചിട്ട് ഇറങ്ങി വന്നാലോ പിന്നെ കാണുന്നവരോടൊക്കെ ആ ദേഷ്യമായിരിക്കും, ഭാര്യയുടെ മോന്തായിരിക്കും കാണുക. അപ്പൊ അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. ഒരു സംഭവം നമുക്ക് കാണാം, പലരും കേട്ട് കാണും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സംഭവമാണ്. ഇന്ന് ഒരുപാട് തിരക്കുള്ള നമ്മൾ കേൾക്കേണ്ട ഒരു ചരിത്രമാണിത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കേണ്ട ഒരു ചരിത്രമാണ്. ഒരിക്കൽ ചുരുക്കി പറയാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ഒരു യാത്രയിൽ ആയിരുന്നു, അഥവാ യുദ്ധത്തിന് പോവുകയായിരുന്നു. സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് നടക്കുക. എന്നിട്ട് അവരെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒറ്റക്കായപ്പോൾ അവിടുന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയോട്, തആലൈ ഹത്താ ഉസാബിഖകി, വരൂ നമുക്ക് ഓട്ട മത്സരം നടത്താം, ഒരു മത്സരം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓട്ട മത്സരം നടത്തി. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു. അവർ പറഞ്ഞു, നമ്മൾ ഓട്ട മത്സരം നടത്തി, അങ്ങനെ ഞാൻ ജയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മിണ്ടാതിരുന്നു, ഒന്നും പറഞ്ഞില്ല. യാത്ര കഴിഞ്ഞു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, തആലൈ ഹത്താ ഉസാബിഖകി, വരൂ നമുക്ക് ഓട്ടമത്സരം നടത്താം. അങ്ങനെ അവർ ഓട്ടമത്സരം നടത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫസബഖനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരാജയപ്പെടുത്തി, അവിടുന്ന് ജയിച്ചു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പരാജയപ്പെട്ടു. ഈ സമയത്ത് അവർ പറയുകയാണ്, ഫജഅല യദ്ഹക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചപ്പോൾ അവിടുന്ന് ചിരിച്ചു. വഹുവ യഖൂൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദിഹി ബിതിൽക, ഇത് അന്നേത്തതിന് പകരമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കുറേ നാൾ മുന്നേ നടന്ന ഒരു സംഭവം ഓർത്തെടുത്ത് അതുപോലെ പിന്നീട് ഒരവസരം ഉണ്ടാക്കി എന്നിട്ട് ചിരിച്ചോണ്ട് പറയുകയാണ്, ഇത് അന്നത്തേന് പകരമാണ്. ഏതാണ് ഈ സന്ദർഭം? ടൂറിന് പോകുന്ന സമയമാണിത്? ടൂർ പോകുമ്പോഴാണോ? അല്ല, യുദ്ധത്തിന് പോകുമ്പോഴാണ്. ഏതായിരിക്കും ആ മാനസിക പിരിമുറുക്കം? ഏതായിരിക്കും ആ ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഒരു പ്രയാസവും ഒക്കെ ഉള്ളൊരു സമയമാണത്. പക്ഷേ ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ മറന്നിട്ടില്ല. നമ്മൾ ഇന്ന് ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് ഒരാളെ അടുപ്പിക്കൂല. ഇന്ന് ആരും ഇങ്ങോട്ടേക്ക് വരരുത്, അങ്ങോട്ട് പോകണം. എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ പൊട്ടിത്തെറിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, അവിടുന്ന് ആ സൈന്യത്തിന്റെ സേനാ നായകനാണ്. അവിടുന്ന് ആ സൈന്യത്തിന്റെ സേനാ നായകനാണ്. അവിടുന്നാണ് യുദ്ധം നയിക്കേണ്ട ആൾ. അവിടുത്തേക്ക് വയസ്സെത്രയാണ്? 18 ആണോ 22 ആണോ 30 ആണോ? അല്ല, 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ്.
ലോകത്തിന്റെ പ്രവാചകനാണ്, വലിയ ഉത്തരവാദിത്തമുള്ള ആളാണ്. നമ്മൾ ഇന്ന് ചെറിയ ഉത്തരവാദിത്തം ഉണ്ടായാൽ മതി, വീട്ടിലേക്ക് തന്നെ ചിലപ്പോൾ എത്തൂല അല്ലേ? ചെറിയൊരു ജോലി ഉണ്ടായാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇനി വയസ്സായാലോ, നമുക്കൊക്കെ പ്രായമല്ലേ, ഇപ്പൊ കളിക്കാനും ചിരിക്കാനാണ് നേരം എന്ന് പറയും. അവർ പ്രായമായിട്ട് കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യം ആസ്വദിച്ചിരുന്നു. പല പ്രായമുള്ള ആളുകളും രണ്ടാൾ രണ്ടു വൈക്കായിരിക്കും കർത്തം, ഒരാൾ ഈ റൂമിലും മറ്റാൾ മറ്റേ റൂമിലും. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരിക്കുന്നത് വരെ അള്ളാഹു തആല നമുക്ക് ഇണയായി തുണയായി നിശ്ചയിച്ച ആളാണ് നമ്മുടെ ഭാര്യ. അള്ളാഹു തആല ഒരുപാട് റബ്ബിന്റെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിനിടയിലാണ് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ എന്ന് പറഞ്ഞത്. അള്ളാഹു തആലയുടെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചു. എന്തിനാണ് ഇണയെ സൃഷ്ടിച്ചത്? കാണുമ്പോൾ ദേഷ്യം പിടിക്കാനാണോ, കുഴപ്പാക്കാനാണോ, അടിമപ്പണിയെടുപ്പിക്കാനാണോ? അല്ല, ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനം അടയാൻ വേണ്ടിയിട്ടാണ്. അവളെ കാണുമ്പോൾ നമുക്ക് സമാധാനം കിട്ടണം. കിട്ടുന്നില്ലേ, നമ്മൾ പരിശോധിക്കണം. ഒന്നിക്ക് നമുക്ക് അല്ലെങ്കിൽ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ദീനിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ദീനാണ് അതിൻ്റെ പരിഹാരം. അള്ളാഹുവിൻ്റെ ദീൻ എത്ര കണ്ട് നമ്മൾ പാലിക്കുന്നുവോ, എത്ര കണ്ട് നമ്മുടെ വീട്ടിൽ ദീനുമായി ബന്ധപ്പെടുന്നുവോ, അത്ര കണ്ട് സമാധാനം ഉണ്ടാകും, ഉറപ്പാണ്. അള്ളാഹു തആല പറഞ്ഞു ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനമടയാൻ. പുറത്തുനിന്ന് വരുന്ന പിരിമുറുക്കങ്ങൾ മാറ്റാനാണ് നമ്മൾ ഭാര്യയെ സമീപിക്കേണ്ടത്. അല്ലാതെ ഭാര്യയുടെ പ്രശ്നം പരിഹരിക്കാൻ കൂട്ടുകാരോടൊപ്പം യാത്ര പോവുകയല്ല വേണ്ടത്. നമ്മൾ നേരെ തിരിച്ചാണ്. വീട്ടിലുള്ള പിരിമുറുക്കം സഹിക്കുക വയ്യാതെ ആഴ്ചക്ക് എവിടെയെങ്കിലും പോകും. ഇന്ന് നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, വീട്ടിൽ നിന്ന ഇന്നത്തെ കാര്യം പ്രശ്നമാണ് എന്നാണ് നമ്മിൽ പലരും പരാതി പറയാറുള്ളത്. നേരെ കുറച്ച് ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്തിട്ട് ഒരു ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്താൽ, അന്ന് ഭാര്യയുമായി മക്കളുമായി സഹവസിച്ചാൽ കിട്ടുന്ന സമാധാനം ആസ്വദിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതിനാണ് അള്ളാഹു തആല ഇണകളാക്കി നമ്മെ നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹു ഇണക്കവും സ്നേഹവുമെല്ലാം നമ്മുടെ ഖൽബുകളിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഇനിയും ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. നമ്മുടെ സൽസ്വഭാവം കാരണത്താൽ ആളുകൾ നമ്മോട് അടുക്കാനും, 13ാമത്തെ പ്രത്യേകത അതാണ്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് ആളുകൾ വരാൻ സൽസ്വഭാവം കാരണമായി തീരും. ആളുകൾ ദീനുമായി അടുക്കാൻ നമ്മുടെ സ്വഭാവം കാരണമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാം. അത് പറയാണ്ടെങ്കിൽ ഇനി ഒരു മണിക്കൂർ വേണം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ട് മാത്രം ഇസ്ലാമിലേക്ക് ആളുകൾ വന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ സ്വഭാവം കാരണത്താൽ ആളുകൾ ദീനിലേക്ക് വരണം, ദീനിന് പുറത്തു പോരുത്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തെറിച്ചു പോവുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ അവരെ അടുപ്പിക്കണം. ആളുകൾ കൂടുതൽ ആകർഷിക്കണം, കൂടുതൽ ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ കൂടെ കൂടാൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, ഓ നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് അങ്ങ് അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീളൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്, താങ്കളെങ്ങാനും പരുഷ ഹൃദയനായ പരുക്ക സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവർ ഓടിക്കളയും, അവർ പോയിക്കളയും. നമ്മുടെ സ്വഭാവം പരുക്ക സ്വഭാവമായാൽ, പരുഷ സ്വഭാവമായാൽ ആളുകൾ നമ്മെ വിട്ട് ഒഴിയും. അതുകൊണ്ട് നമ്മൾ ആളുകളെ ദീനിലേക്ക് അടുപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട്, നമ്മുടെ ഇടപാടുകൾ കണ്ടിട്ട്, നമ്മുടെ നല്ല വർത്തമാനം കണ്ടിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരണം. അല്ലാതെ നമുക്കൊരാളെ കിട്ടിയാൽ അയാളെ പരിപ്പ് ഇളക്കിയിട്ട് വിടണം, പിന്നെ മേലാൽ അയാൾ ഈ പരിസരത്ത് വരരുത്. പിന്നെ അയാൾ നമ്മൾ പറയുന്ന ഒരു ഹർഫ് പോലും കേൾക്കാത്ത രൂപത്തിൽ എത്തിക്കരുത്. മറിച്ച് സൗമ്യമായി നസീഹത്തോടുകൂടി നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കാനും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടില്ലേ, ഉറുക്ക് കെട്ടിയ ഒരാളാണ്, ഏലസ് കെട്ടിയ ഒരാളെ കണ്ടു, ബൈഅത്ത് ചെയ്യാനാണ് വന്നത്. നമ്മളാണെങ്കിലോ പോയിക്കൊള്ളാറുന്നവർ, ഈ പരിസരത്ത് വന്നു വരുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആളുകൾക്ക് ബൈഅത്ത് കൊടുത്തു, ഇയാളെ മാറ്റി നിർത്തി. ചോദിച്ചപ്പോൾ പറഞ്ഞു, കയ്യിൽ ഏലസുണ്ട്, ഉറുക്കുണ്ട്. എന്നിട്ട് അവിടുന്ന് എന്താ ചെയ്തത്? മാ ഹാദാന്ന് ചോദിച്ചു. എന്താണിത്, എന്തിനാണിത് എന്ന് ചോദിച്ചു. അവിടത്തേക്ക് അറിയായിട്ടാണോ? അല്ല, അയാളോട് ചോദിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് സഹാബിയായല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇത് മിനൽ വാഹിന, രോഗമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് ഒരു കാരണമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യസീദുക ഇല്ലാ വഹന, നീ ഇത് കെട്ടിയാൽ നിന്റെ രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുക, നീ മരിച്ചാൽ നീ നരകത്തിലുമായി തീരും. പറഞ്ഞത് ഗൗരവത്തിലുള്ള വാക്കുകളാണ്, പക്ഷെ പറഞ്ഞ രൂപം നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഹൃദയ വിശാലത കിട്ടി. നല്ല രൂപത്തിലാണ് പറഞ്ഞു കൊടുത്തത്, ഗൗരവത്തിലാണ് പറഞ്ഞത്. പക്ഷെ ആ വ്യക്തി അത് ഉൾക്കൊണ്ടു, അത് പൊട്ടിച്ചു കളഞ്ഞു, ബൈഅത്ത് കൊടുത്തു. ഇങ്ങനെ ആയിരിക്കണം. തെറ്റ് കണ്ടാലും അത് പ്രതികരിക്കേണ്ടതിന് രൂപമുണ്ട്, അതിന് രീതിയുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ അത് മാത്രം വിശദീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മാത്രം വിശദീകരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ അതിമനോഹരമാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന സ്വഭാവ ഗുണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ നമ്മൾ പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ പ്രത്യേകതകളെല്ലാം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ ദീനാണിത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് അല്ലാഹു തആല പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഖുലുഖ് എന്ന് പറഞ്ഞാൽ ദീനാണ്. സൽസ്വഭാവമില്ലാതെ ദീനില്ല. സൽസ്വഭാവമില്ലാതെ ദീനില്ല. വളരെ ഗൗരവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പമുള്ള, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടുകൾ, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മളുമായി സഹവസിക്കുന്നവർ, ഇവരോടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല സ്വഭാവത്തിൽ നമ്മൾ പെരുമാറണം. ഇതിൻ്റെ അർത്ഥം തെറ്റ് കണ്ടാൽ പറയണ്ട എന്നല്ല, അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റ് കണ്ടാൽ പറയണ്ട എന്നല്ല. തെറ്റ് കണ്ടു, സൽസ്വഭാവം എന്ന് പറഞ്ഞ് ചിരിക്കലാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ സ്വഭാവം ഉൾക്കൊണ്ട ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകൾ എതിർത്തിട്ടുണ്ട്, തിന്മകൾ വിലക്കിയിട്ടുണ്ട്, ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹുതുബകൾ കണ്ണുകൾ ചോക്കാറുണ്ടായിരുന്നു, ശബ്ദം ഉയരാറുണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാം. അതൊന്നും സൽസ്വഭാവത്തിന് എതിരല്ല. പക്ഷെ ഓരോ സന്ദർഭങ്ങളിലും പ്രയോഗിക്കേണ്ടതുണ്ട്. അതിന് ഓരോ സന്ദർഭങ്ങളുണ്ട്. ദേഷ്യം പിടിക്കാനുള്ള സന്ദർഭം വേറെയുണ്ട്, സൗമ്യമായി പറയേണ്ട സന്ദർഭം വേറെയുണ്ട്, ഉറക്കെ പറയേണ്ട സന്ദർഭം വേറെയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരിഗണിച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച് വാങ്ങേണ്ട കാര്യമാണ് സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. നമ്മളത് കാണാതെ പഠിക്കുകയും ദുആ ചെയ്യുകയും വേണം. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വഹ്ദിനി, അള്ളാഹുവേ നീ എനിക്ക് മാർഗദർശനം നൽകണേ, ലിയഹ്സനിൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിലേക്ക്, നല്ല സ്വഭാവം നീ എനിക്ക് നൽകണേ, ലാ യഹ്ദി ലിയഹ്സനിഹ ഇല്ല അൻത, റബ്ബേ നീയല്ലാതെ എൻ്റെ സ്വഭാവം നന്നാക്കി തരാൻ മറ്റൊരാളുമില്ല. വസ്രിഫ് അന്നി സയ്യിഅഹ, റബ്ബേ മോശമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും എന്നിൽ നിന്നും നീ അകറ്റണേ, മാറ്റിമറിക്കണേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ല അൻത, റബ്ബേ നീയല്ലാതെ മോശമായ സ്വഭാവ ഗുണങ്ങൾ എന്നിൽ നിന്നും മാറ്റാൻ, അകറ്റാൻ മറ്റൊരാളുമില്ല. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശമായ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന്. എന്തൊക്കെ മോശം സ്വഭാവങ്ങളുണ്ടോ റബ്ബേ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വൽ അമാൽ, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അഹ്വാ, ദേഹേച്ഛകളിൽ നിന്ന്, മോശമായ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, അതിൽ നിന്നെല്ലാം റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി, റബ്ബേ നീ എൻ്റെ രൂപം ഏറ്റവും നന്നാക്കി തന്നു, അതുപോലെ നീ എൻ്റെ സ്വഭാവവും നന്നാക്കി തരണേ. ഈ പ്രാർത്ഥന, ഈ 3 പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇതല്ലാത്ത ധാരാളം പ്രാർത്ഥനകൾ വേറെയുമുണ്ട്. ഈ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ച് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് സൽസ്വഭാവം എന്നത്. കാരണം അല്ലാഹു തആല അത് കനിഞ്ഞ് നൽകേണ്ട കാര്യമാണ്, റബ്ബിൻ്റെ ഔദാര്യമാണത്. അല്ലാഹു അത് നമുക്ക് നൽകേണ്ട കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുക. അല്ലാഹു തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സൽസ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ
ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ മോശം സ്വഭാവ ഗുണങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്നും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلى وأعلم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.